ഒരു ഇത്തിരി സോഷ്യലിസെങ്കിലും വേണ്ടേ, അല്ലെങ്കിൽ മിക്സ്ഡ് എക്കോണമി അല്ലേ നല്ലതെന്നുള്ളത് എപ്പോഴും കാണുന്ന ഒരു ചോദ്യമാണ്. അല്ല എന്നുള്ളതാണ് ഉത്തരം. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ഈ മിക്സ്ഡ് എക്കോണമി എന്നുള്ളതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റും ബിസിനസ്സുകൾ റൺ ചെയ്യണം എന്നുള്ളതല്ലേ. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം 132ഓളം ബിസിനസ്സുകൾ കേരള ഗവൺമെന്റ് അണ്ടറിലുണ്ട്. ഇതിൽ വെറും 30 എണ്ണം മാത്രമാണ് ലാഭത്തിൽ പോകുന്നത്. ഇതിന്റെ അർത്ഥം 100ഓളം കമ്പനികൾ നഷ്ടത്തിലാണ് പോകുന്നത് എന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജനങ്ങളുടെ പണം വേസ്റ്റ് ചെയ്യുകയാണെന്നുള്ളത്. ഒരു സിനിമ നഷ്ടത്തിലാണ് പോകുന്നതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സിനിമ കൊള്ളത്തില്ല, അത് ആളുകൾക്ക് ഇഷ്ടമാവുന്നില്ല, ആളുകൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു കമ്പനി നഷ്ടത്തിൽ പോവുകയാണെന്നുണ്ടെങ്കിലും അതിന്റെ അർത്ഥം അത് തന്നെയാണ്. ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സേവനങ്ങളോ സാധനങ്ങളോ കൊടുക്കാൻ ആ കമ്പനിക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഗവൺമെന്റ് റൺ ചെയ്യുമ്പോൾ മാത്രമാണ് ഇതിനെ പിന്നെയും തീറ്റിപ്പോറ്റി കൊണ്ടുപോകേണ്ടി വരുന്നത്. ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ് റൺ ചെയ്യുന്നത്, അത് നഷ്ടത്തിലാണെന്നുണ്ടെങ്കിൽ അയാൾ അപ്പം തന്നെ അത് പൂട്ടിക്കെട്ടും. അതുകൊണ്ട് ജനങ്ങളുടെ കാശ് എങ്ങനെ മിസ്യൂസ് ചെയ്തുകൊണ്ട് കമ്പനികൾ നടത്താൻ ഗവൺമെന്റിനെ നമ്മൾ അനുവദിക്കണോ എന്നുള്ളതാണ് ചോദ്യം. ഗവൺമെന്റ് ബിസിനസ് ചെയ്യണം എന്ന് പറയുന്ന സോഷ്യലിസം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന്റെ പ്രശ്നം. അതുകൊണ്ട് പ്രൈവറ്റ് വ്യക്തികളെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ബെറ്റർ. ഇനി പാവപ്പെട്ടവനെ സഹായിക്കുന്ന സ്കൂളുകൾ, ഹോസ്പിറ്റൽസ്, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സോഷ്യലിസം വേണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ ഞാൻ കുറ്റം പറയില്ല, കാരണം നിങ്ങൾ പാവപ്പെട്ടവർക്ക് സഹായം കിട്ടണമെന്നുള്ള നല്ല മനസ്സുകൊണ്ടായിരിക്കാം നിങ്ങൾ അങ്ങനെ പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ബുദ്ധിമുട്ടുന്നവരെ രക്ഷപ്പെട്ട് വരണം, അവരെ സഹായിക്കണം എന്ന് തന്നെയാണ്. ഇതുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. പക്ഷേ പ്രശ്നം, ഗവൺമെൻറ് ഇത് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റിന് ആളുകളുടെ വെൽഫെയറിനേക്കാളും കൂടുതൽ നോട്ടം ആളുകളുടെ വോട്ടിലേക്കായിരിക്കും. ഗവൺമെൻറ് ലക്ഷ്യം പാവപ്പെട്ടവരെ മാത്രം അല്ലെങ്കിൽ ബുദ്ധിമുട്ടുന്നവരെ മാത്രം സഹായിക്കുക എന്നുള്ളതല്ല. പരമാവധി ആളുകൾക്ക് നക്കാപ്പിച്ച് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് അവരുടെ വോട്ട് നേടിയെടുക്കുക എന്നുള്ളതായിരിക്കും അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ നമ്മൾ പരമാവധി ഗവൺമെൻറ്റുകളെ ഇനി അങ്ങോട്ടെങ്കിലും ഡയറക്റ്റ് ആളുകൾക്ക് ഇതുപോലുള്ള പെൻഷൻ, പണം, സൗകര്യങ്ങൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടു നിർത്തണം. കാരണം അവിടെ ക്ലിയർലി ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അവരുടെ ഇൻട്രസ്റ്റ് വോട്ട്സിലാണ്, ആളുകളുടെ വെൽഫെയറിലല്ല. അത് സെക്കൻഡറി ആണ്. സോ അത് മാറിയാൽ മാത്രമാണ് ഏറ്റവും ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സഹായം നമുക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. സോ ഈ കാര്യങ്ങളെല്ലാം മാറണം. നമ്മൾ ഈ സോഷ്യലിസ്റ്റ്, കമ്മ്യൂണിസ്റ്റ് അന്ധവിശ്വാസങ്ങളിൽ നിന്ന് പുറത്തു വരണം. ലെറ്റ്സ് ട്രൈ ടു മേക്ക് കേരള എ ക്യാപിറ്റലിസ്റ്റ് സ്റ്റേറ്റ് ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ്.